എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മളുള്ളത് ആശ്രയ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ആശ്രയ ഹോസ്പിറ്റലിലെ ഓരോ വിഭാഗത്തെയും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടിരുന്നു. ഇന്ന് മറ്റൊരു ഡോക്ടറാണുള്ളത്. സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഡോക്ടർ ബിജോയ് ഇ ജയൻ ആഴ്ചയിൽ 2 ദിവസം ആശ്രയ ഹോസ്പിറ്റലിൽ പരിശോധന നടത്താറുണ്ട്. അപ്പോൾ ഡോക്ടറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, എങ്ങനെയാണ് ഈ പൊതുവിൽ മുട്ടുവേദന വ്യാപകമായി ഉണ്ട് പണ്ടത്തെ പോലെ എല്ലാ ആളുകൾക്ക്? നമ്മൾ ഇപ്പോൾ പണ്ടത്തെ കാലമാകുമ്പോൾ നമുക്ക് 60-70 വയസ്സാകുമ്പോൾ തന്നെ ആൾക്കാർ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലം നമ്മൾ നോക്കുമ്പോൾ ഈ 50-55 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ ഈ പേഷ്യൻസിന് വേദന, അതൊക്കെ മുട്ടുവേദന, തണ്ടൽ വേദന, പല വേറെ അസുഖങ്ങളായിട്ട് തുടങ്ങും. അപ്പോൾ മുട്ടുവേദന നമ്മൾ ഈ പ്രായത്തിൽ പറയണത് ഈ പ്രായം പ്രമാണിച്ച് വരുന്ന കേടാണ് നമ്മളെപ്പോഴും പറയുക. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സാധാരണ ഒരു പേഷ്യൻറ്റിന് നമ്മളെപ്പോഴും ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യില്ല. ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പറയും പേഷ്യൻസിനോട് താല്പര്യക്കേടുണ്ടാവും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എപ്പോഴും പേഷ്യൻസിന് മെഡിസിനായിട്ട് തുടങ്ങും, ഫിസിയോതെറാപ്പി ആയിട്ട് തുടങ്ങും. ഫിസിയോതെറാപ്പിയും മെഡിസിനിലും ഒരു 50%-60% ആൾക്കാർക്ക് അസുഖം അതിൽ മാറി കിട്ടും. ഇപ്പോൾ പുതിയതായിട്ടുള്ള നമ്മൾ ഈ ഹൈലേസ് ഇഞ്ചക്ഷൻ ഉണ്ട്, ഹൈലുറോണേസ് ഇഞ്ചക്ഷൻ, ഈ മുട്ടിലേക്ക് മജ വളരാനായിട്ടുള്ള ഇഞ്ചക്ഷൻ വരാറുണ്ട്. അപ്പോൾ ഈ ഗ്രേഡ് 1, ഗ്രേഡ് 2 ആർത്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ ആ പേഷ്യൻസിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറി കിട്ടും. ഗ്രേഡ് 3 പേഷ്യൻസ് ആകുമ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്താൽ പോലും നമുക്ക് മാറില്ല, നമുക്ക് എപ്പോഴും അത് കൺഫേം ആയിട്ട് എപ്പോഴും പറയാൻ പറ്റില്ല. പിന്നെ ചില പേഷ്യൻസ് ഉണ്ടാവും ഈ ഗ്രേഡ് 4 ആർത്രൈറ്റിസ് പറയും. പറഞ്ഞാൽ ജോയിൻറ്റ് മൊത്തം മിനുസൊക്കെ കേട് വന്നിട്ട് കാലൊക്കെ വളഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ പിന്നെ ഈ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയയാണ് നമ്മൾ പറയുക. ഈ മുട്ട് മാറ്റി വെക്കൽ പറഞ്ഞാൽ നമ്മൾ മുട്ടല്ല മാറ്റി വെക്കേണ്ടത്, കേട് വന്ന് മിനുസം മാറ്റിയിട്ട് കാലിൻ്റെ വളവാണ് നമ്മൾ ശരിയാക്കുക. ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ പൊതുവേ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല നടത്താൻ തന്നെ പോകും, ഇല്ലാത്ത ജീവിതം നമുക്ക് ഇല്ല പോലെ തന്നെ സുഖം കിട്ടില്ല. അങ്ങനത്തെ ആയിട്ട് ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറിയും ടെക്നോളജിയും യൂസ് ചെയ്തിട്ട്, റോബോട്ടിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെരി നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിന് ഒരു സപ്പോർട്ടും ഒരു വാക്കറൊന്നും ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുമോ? വെയിറ്റ് ഒരു തടസ്സമല്ല. കാരണം ചില പേഷ്യൻസ് പറയും നമ്മളിപ്പോൾ 100 കിലോ ഉണ്ട്, 110 കിലോ ഉണ്ട്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമായിട്ട്. ഇപ്പോഴത്തെ ഇംപ്ലാൻസിൽ അങ്ങനത്തെ ഒരു ലേറ്റസ്റ്റ് ഇംപ്ലാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഹിഞ്ച് നീ ഇംപ്ലാൻസ് വരും, ലോങ് സ്റ്റെം ഇംപ്ലാന്റ് വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 120-130 kg വരയ്ക്കുള്ള പേഷ്യൻറ്റിന് തന്നെ നമുക്ക് തീരെ നടക്കാൻ പറ്റാത്ത പേഷ്യൻസിന് പോലും നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിതാക്കാൻ പറ്റും. ആ രീതിയിലാണ്. അപ്പോൾ ഇവർക്ക് ജോലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലേക്ക് നമ്മൾ സാധാരണ പറയുക, ആദ്യം നമ്മൾ വീട്ടിനകത്ത് നടന്നിട്ട് പേഷ്യൻസ് ഓക്കെ ആയാലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറയുക. അപ്പോൾ എപ്പോഴും ഒരു 2 to 3 വീക്സ് നമ്മൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ വീട്ടിലും മുറ്റത്തൊക്കെ നടക്കാനാണ് പറയുക. എല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർക്ക് ജോലിക്കും പോവാം. എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പനിക്കാതെ നോക്കുക, വീഴാതെ നോക്കുക ആ സമയത്ത് അല്ലേ. അത് ഏത് ഓപ്പറേഷൻ കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കാനാണ് പറയുക. ഇപ്പോൾ അതാവുമ്പോൾ തന്നെയാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് പേഷ്യൻസ് തട്ടിത്തടഞ്ഞ് വീഴാതെ നോക്കാൻ. അതൊക്കെ മാത്രം ഒരു കെയർ ചെയ്യാൻ പറയുള്ളൂ, ബാക്കി അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നുമില്ല. ഇപ്പോൾ സാധാരണ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 40-45 ആകുമ്പോൾ തന്നെ മുട്ടുവേദന, സന്ധികൾ വേദനയൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പ്രായമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇത് ശരിയാകും പറ്റുമോ എന്നുള്ള സ്വാഭാവിക സംശയമുണ്ട്. നല്ല പ്രായമുള്ള ആളാണ്, പിന്നെ എന്തിനാ മുട്ട് മാറ്റി വെച്ച് വെറുതെ പറയില്ലേ. ഒരാൾക്ക് പ്രായമായി പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാലമല്ല ഇപ്പോൾ പ്രായം ഒരു തടസ്സമല്ല. ഇപ്പോൾ ഇതൊരു എമർജൻസി ഓപ്പറേഷൻ അല്ല. പിന്നെ ഒരു എല്ല് പൊട്ടിയിട്ട് വരുന്ന പോലെ, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് തലയിൽ ക്ലോട്ട് ഉള്ള പോലെ, അല്ലെങ്കിൽ നമ്മൾ എമർജൻസിയിൽ ചെയ്യുന്ന സിസേറിയൻ പോലെ, അപ്പൻഡിക്സ് പോലെ, അങ്ങനെയല്ല. ഇതൊരു എലക്റ്റീവ് സർജറിയാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് സർജറിക്ക് വേണ്ടി വില്ലിങ് ആയാൽ പോലും നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത്, എക്കോ ഒക്കെ ചെയ്തിട്ട്, കാർഡിയക് ഫിറ്റ്നസ് ഒക്കെ എടുത്തിട്ട്, ഫിസിഷ്യൻ്റെ അടുത്ത് ഫിറ്റ്നസ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ല നോക്കിയിട്ട് അത് ചെയ്യാറുള്ളൂ. ഇപ്പോൾ വേണം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എമർജൻസി ആയിട്ട് നമ്മൾ ഈ സർജറി എപ്പോഴും ചെയ്തു കൊടുക്കില്ല. കാരണം ഒരു സർജറി കഴിഞ്ഞാൽ
പേഷ്യൻ്റ് ഒരു 20-25 വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷമെങ്കിലും ആളൊരു ഹാപ്പി ആയിട്ട് ജീവിക്കണം. അപ്പോൾ വല്ല മെഡിക്കൽ കണ്ടീഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, നല്ല റിസ്ക് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ പൊതുവെ ആ റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർക്ക് ആലോചിച്ചിട്ട് ചെയ്യാൻ മുന്നേ നമ്മളത് പറയുള്ളൂ ഇതാക്കിയിട്ട്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നുള്ള ഇത് മാത്രമാണ് ഡോക്ടറോട് ചോദിച്ചത്. നമുക്ക് ഓരോ പാർട്ടായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനി വേറെ പറയണ്ടേ? മുട്ടുമാറ്റിവെക്കൽ സംബന്ധിച്ച് നമ്മൾ പറയുക ഹാപ്പി ലൈഫാണ്, നമുക്ക് ഹാപ്പി ആയിട്ടെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തരാം. ഒരു ഹാപ്പി പെയിൻ ഫ്രീ ലൈഫ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് വേദന മാത്രമല്ല, ബോഡിക്ക് അത് ഇമോഷണലിയും ബാക്കി വീട്ടുകാർക്കും നമുക്കൊരു എപ്പോഴും അത് സന്തോഷം പോലെയാണ് ഉണ്ടാവുക. ആ രീതിയിൽ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ സംബന്ധിച്ച് മാത്രമാണ് ഡോക്ടർ സംസാരിച്ചത്. മറ്റ് ഒരു ദിവസം നമ്മൾ ഡോക്ടറെ വീണ്ടും കാണും. കാരണം ഡോക്ടർ മറ്റ് സന്ധികളുടെ വേദനകളെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ വലിയ ലെങ്ത്തുള്ള വീഡിയോ നിങ്ങളിലേക്ക് കൊണ്ടുവരാത്തതുകൊണ്ട് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് താൽക്കാലികമായി വിട പറയാൻ ഡോക്ടർ ഇത്രയും നമ്മോടൊപ്പം സഹകരിച്ച ഒരു സ്നേഹം. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.